പ്ലഗ് ആൻഡ് പ്ലേയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആൻഡ്രോയിഡ് സിസ്റ്റവും 360 ഡിഗ്രി ക്യാമറയൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ടയോട്ടയുടെ ഏറ്റവും പുതിയ വാഹനമായ ഹൈറൈഡറിലാണ്. ഇതിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് DHCയുടെ ആൻഡ്രോയിഡ് പ്ലെയറാണ്. DHC നമ്മൾ മിക്ക വീഡിയോയിലും നമ്മൾ DHC ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ 4GB റാമും 32 ROM ഒക്കെ വരുന്ന ഒരു പ്രീമിയം സെഗ്മെൻറ്റിലുള്ള സിസ്റ്റം തന്നെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് 360 ഡിഗ്രി ക്യാമറ നമ്മൾ വെച്ചിട്ടുണ്ട്. 360 നമ്മൾ DHCയുടെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അൺബോക്സിങ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ക്വാളിറ്റിയിലുള്ള ആൻഡ്രോയിഡ് സിസ്റ്റം ആണെന്നുള്ളത്. മെയിനായിട്ട് ഇത് QLED ആണ് സ്ക്രീൻ. 4K വീഡിയോ ഒക്കെ നമുക്കൊരു ഡിലേ ഇല്ലാതിരുന്ന് കാണാൻ പറ്റും. ഇത് 360 ഡിഗ്രി ക്യാമറയാണ്. രണ്ട് പാർട്ട് നമ്പറായിട്ടാണ് വരുന്നത്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ വേറെ, 360 വേറെ. അത് 1080 റെസൊല്യൂഷനുള്ള ക്യാമറയും അതിൻ്റെ വയറിംഗ് കിറ്റും കാര്യങ്ങളും കൂടെ ഒരു സെപ്പറേറ്റ് ഒരു ബോക്സിലാണ് വരുന്നത്. ഇത് 432 വേണമെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട, അങ്ങനെ രീതിയിലാണ് വരുന്നത്. പാനലെല്ലാം നല്ല നീറ്റായിട്ട് റിമൂവ് ചെയ്ത് സ്റ്റീരിയോ എല്ലാം പ്ലഗ് ആൻഡ് പ്ലേ ആണ്. ഒരു വയർ പോലും കട്ട് ചെയ്യാതെയാണ് നമ്മൾ ചെയ്യുന്നത്. ഫിറ്റിംഗ് എല്ലാം ടെക്നീഷ്യൻ്റെ സഹായത്തോടെ തന്നെ നമ്മൾ ചെയ്യണം. ജസ്റ്റ് നമ്മളൊരു എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നൊക്കെയുള്ളൊരു ഐഡിയ കിട്ടാനായിട്ടാണ് നമ്മളിതെല്ലാം എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ വയറിംഗ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് പൗസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ അകത്ത് എല്ലാം പ്ലഗ് ആൻഡ് പ്ലേ ആണ്. ഒരൊറ്റ വയർ പോലും നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. ഫുൾ ഓപ്ഷനിൽ വരുന്നത് പോലുള്ള പാനൽ തന്നെയാണ്. ഗ്ലോസി ബ്ലാക്ക് ആണ്, പിയാനോ ബ്ലാക്ക് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കാര്യം ഇത്രയും ഒരു കൂടിയ സ്റ്റീരിയോ വയ്ക്കുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കി നമ്മൾ ചെയ്യുള്ളൂ. കാര്യം പാനലായാലും ശരി തന്നെ, അതിൻ്റെ നീറ്റ്നെസ് ആയാലും ക്യാമറ വയ്ക്കുന്ന രീതികൾ എല്ലാം നമ്മൾ അത്ര നല്ല രീതിയിൽ ചെയ്യാറുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ക്യാമറ എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാമറ ഫിറ്റ് ചെയ്തതിൻ്റെ വീഡിയോ നമുക്ക് കാണിക്കാൻ പറ്റുന്ന കാര്യം വർക്ക് അത്രത്തോളം ഉള്ളതുകൊണ്ടാണ്. ഇതെല്ലാം കൂടെ ഒരു 4-4.5 മണിക്കൂറത്തെ വർക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് സ്പീക്കർ ഫിറ്റിങ് അതുപോലെ തന്നെ ക്യാമറ ഫിറ്റിംഗ് ഒന്നും നമുക്ക് കാണിക്കാൻ പറ്റാത്തത്. ഇതെല്ലാം ക്യാമറ വെച്ചതിന് ശേഷമുള്ള വീഡിയോ ആണ്. ഇനി കാലിബ്രേഷൻ ചെയ്യുന്ന സമയത്ത് ആ മിററിലുള്ള ക്യാമറ എല്ലാം കറക്റ്റായിട്ട് ഫിനിഷ് ചെയ്ത് നമുക്ക് കാണിച്ചു തരാൻ പറ്റും. ഇത് കാലിബ്രേഷൻ മുമ്പുള്ള വ്യൂ ആണ്. ക്യാമറ എല്ലാം ഫിറ്റ് ചെയ്ത് ഓൺ ആകുമ്പോൾ കാലിബ്രേഷൻ ചെയ്യാതെ നമുക്ക് ഈ രീതിയിലിരിക്കും. ഒന്നും ഒരു വ്യക്തത കാണത്തില്ല. കാര്യം 4 ക്യാമറയുടെ വ്യൂ നമുക്ക് ക്ലാരിറ്റിയിൽ കാണാമെന്നുള്ളതല്ലാതെ ഇത് തമ്മിലൊരു പരസ്പര ബന്ധം കാണത്തില്ല. കാലിബ്രേഷൻ ചെയ്തതിന് ശേഷം അങ്ങനെ ഇരിക്കും നമുക്കിപ്പോൾ ഇതിൽ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളെടുക്കുന്നു. നമ്മൾ ആ സ്പീഡൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം കറക്റ്റ് മൊബൈലിനെക്കാട്ടിയും അത്യാവശ്യം നല്ല സ്പീഡിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് കാലിബ്രേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ളതാണ്. ഒരു ഇൻ്റർലോക്ക് ഇട്ട സ്ഥലത്ത് എത്രത്തോളം കറക്റ്റായിട്ടാണ് നമുക്ക് അകത്തിരുന്നുകൊണ്ട് കാണാം. ഒരു ഡ്രോൺ ക്യാമറ നമ്മളെ വണ്ടിയുടെ ചുറ്റും വെച്ച് നമുക്ക് എങ്ങനെ കാണാൻ പറ്റും, അതുപോലെ നമുക്ക് വണ്ടിക്കകത്ത് ഇരുന്നുകൊണ്ട് ടച്ചിൽ തന്നെ നമുക്ക് ഉപയോഗിച്ച് ഇതെല്ലാം കറക്റ്റായിട്ട് കാണാൻ പറ്റും. പിന്നെ യൂട്യൂബ് അടക്കമുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് നോർമലി എല്ലാ ആൻഡ്രോയിഡിലും കിട്ടുന്ന പോലെ തന്നെയാണ്. എല്ലാം നല്ല അൾട്രാ HD തന്നെ നമുക്ക് എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ റിവേഴ്സൊക്കെ ഇടുമ്പോൾ അതുപോലെ ഇൻഡിക്കേറ്റർ വ്യൂ ഇതെല്ലാം നമുക്ക് പ്രയോറിറ്റിയും സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇൻഡിക്കേറ്റർ വ്യൂവിന് തന്നെ 3 വ്യൂ ഉണ്ട്.
ഇപ്പോൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ നമുക്ക് ഈ രീതിയിൽ കാണാം, വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ ഒരു വൈഡ് ആംഗിളായിട്ട് കാണാം, പിന്നെ വേണമെങ്കിൽ ഈ രീതിയിൽ കാണാം. അങ്ങനെ 3 ആംഗിൾ ഒരു ക്യാമറയ്ക്കുണ്ട്. അത് ബാക്ക് എല്ലാത്തിനും നമുക്ക് 3 ആംഗിൾ വ്യൂ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഏത് രീതിയിൽ വേണം, അതുപോലെ റിവേഴ്സ് ഇടുമ്പോൾ ഏത് രീതി വേണം എന്നുള്ള പ്രയോറിറ്റി എല്ലാം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്താണ് USB കേബിളും അതുപോലെ തന്നെ നമ്മുടെ സിം സ്ലോട്ടൊക്കെ വരുന്നത്. സിം കാർഡ് നമുക്കൊരു 4G സിം കാർഡൊക്കെ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പെൻഡ്രൈവ് നമുക്ക് ഒന്ന് റെക്കോർഡ് ചെയ്യാനും, അതായത് നമ്മൾ 360 ക്യാമറയുടെ വ്യൂ 4 നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ആ റെക്കോർഡ് ചെയ്യാനായിട്ട് ഒരു പെൻഡ്രൈവ്, പാട്ടൊക്കെ കേൾക്കാനായിട്ട് മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ഒരു പെൻഡ്രൈവ്, പിന്നെ സിം സ്ലോട്ട്. അങ്ങനെയാണ് നമുക്ക് ഗ്ലോ ബോക്സിൻ്റെ അകത്ത് ഇത് 3 വരുന്നത്. ജസ്റ്റ് ഫൈനൽ ഫിനിഷിംഗ് ഒന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ. എല്ലാ ക്യാമറയുടെ എല്ലാ ഫിറ്റിങ്സും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. എല്ലാത്തിൻ്റെ വീഡിയോയും ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ കൂടെ ചോദിക്കാവുന്നതാണ്. പിന്നെ അല്ലാതെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടായിരിക്കും. ഏത് വണ്ടിക്കും 360 ക്യാമറ ചെയ്യാനാണെങ്കിലും വണ്ടിയിലുള്ള സിസ്റ്റത്തിൽ ആഡ് ചെയ്യാനാണെങ്കിലും നമുക്ക് നമ്മളെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കേരളത്തിൽ എല്ലായിടത്തും നമുക്ക് ഒരുവിധം സർവീസ് ഉണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഫോൺ നമ്പറുമായിട്ട് വിളിച്ച് ചോദിക്കാവുന്നതാണ്.